അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാനിപ്പോഴും ഈ ലേഡിയെക്കുറിച്ച് പറയാൻ കാരണം, ഞാൻ എപ്പോഴും മുറിയിലിരുന്നപ്പോൾ എൻ്റെ സഹപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ ഈ ലേഡിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാ. അവരെന്നോട് പറഞ്ഞത്, ഈ സ്ത്രീ ഇവർ നഴ്സിംഗ് കോളേജിൽ പഠിക്കണ കാലത്ത് തന്നെ ആശുപത്രികളിൽ രോഗികൾക്ക് ചോറ് കൊണ്ടു കൊടുക്കും. അത് എന്തൂസിയാസമാണ്, ഭയങ്കര സ്പിരിറ്റായിട്ടാണ് ഇവരങ്ങ് ചെയ്യണത്. അല്ല, ഇങ്ങനെ ഒരു ജോലി ചെയ്യണത് നല്ലതാണ്, നമുക്ക് പുണ്യം കിട്ടും, അങ്ങനെയൊന്നുമല്ല. മറിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അപ്പോസ്തലികമായ തീഷ്ണതയോടുകൂടിയാണ് ഈ ജോലി ചെയ്യണത്. ഇങ്ങനെയൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ഗുണം, ദൈവമായിട്ട് നമുക്കൊരു ആത്മബന്ധമുണ്ടാകും. ഇങ്ങനൊരു ആത്മബന്ധം ഉണ്ടായാൽ, ദൈവമായിട്ടുള്ള ആത്മബന്ധം എന്തിനെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്? ആത്മാവിൻ്റെ ബന്ധമാണ്. അവർ സബ്ജക്റ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. ദൈവമായി ആത്മബന്ധം, ഒരു മനുഷ്യനുമായിട്ട് ആത്മബന്ധം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ചെടിക ബന്ധമാകാം ചിലപ്പോഴേ. അപ്പോൾ ദൈവമായിട്ട് ആത്മബന്ധം എന്ന് പറയുമ്പോൾ എന്താണ്? ആത്മാവിൻ്റെ ബന്ധം. Where you are guided by the Holy Spirit, you have a intensive relation with Jesus. നിങ്ങൾ ആത്മാവിലാണോ ദൈവവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നത്? അതാണ് ആത്മബന്ധം എന്ന് പറയുന്നത്. നമുക്കുണ്ടാകുന്ന enthusiasm in God. ഇപ്പോൾ enthusiasm എന്ന് പറഞ്ഞ വാക്കില്ലേ, എന്താണത്? entheos in God എന്നർത്ഥം. ദൈവം ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന അത്യുത്സാഹങ്ങളാണ് enthusiasm എന്ന് പറയണത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിനാണ് നമ്മൾ ആന്തരിക അഭിഷേകം എന്ന് പറയണത്. ഇത് കിട്ടിയത് ദൈവസഹത്തിലാണ് വർക്കൗട്ട് ചെയ്യണത്. ദൈവത്തിലെ വെദർ യു ഹാവ് ടേക്കൺ ദ കവനന്റ് പ്രയർ ഓർ നോട്ട്, അതിനൊക്കെ വലിയ കാര്യമാണ് നിങ്ങൾ ദൈവമായിട്ട് സ്നേഹത്തിൽ അബൈഡാണോ എന്ന്. നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് നിങ്ങൾ ദൈവമായിട്ട് ആന്തരികമായിട്ട് സ്നേഹത്തിലാണോ എന്ന്. കാര്യം എല്ലാത്തിൻ്റെ ലക്ഷ്യം പൗലോസ് പറയും 1 കൊരിന്ത്യർ 14:1, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം, ചിന്തകളുടെ ലക്ഷ്യം, പ്രാർത്ഥനയുടെ ലക്ഷ്യം, ധ്യാനത്തിൻ്റെ ലക്ഷ്യം അങ്ങയുടെ സ്നേഹത്തിലെ നിറയാനും അതുവഴി അങ്ങയെ മഹത്വപ്പെടുത്താനുമായി എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യ സ്നേഹമേ, കരങ്ങൾ നീട്ടി ആയിരം സ്തോത്രമേ. ദൈവസ്നേഹത്തില് കാരുണ്യ സ്നേഹമേ, കാരുണ്യ ഈശോ നോക്കി ആയിരം സ്തോത്രമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ enthusiasm അഥവാ ആന്തരികമായ ആത്മീയ ഉത്സാഹം, അത് ദൈവ പൈതലിൻ്റെ ഒരു മുഖമുദ്രയാണ്. അപ്പോൾ ഇവർ പണ്ട് മുതലേ അത് കീപ്പ് ചെയ്യുന്നതാണ്, കല്യാണത്തിന് മുമ്പ് തന്നെ. ഞാനങ്ങനെ പറയാൻ കാരണം, ഇവിടെ ഒരു ദൈവ പൈതലിൻ്റെ 10 കൊല്ലത്തെ സ്പാൻ ഓഫ് ലൈഫ്, അല്ലെങ്കിൽ 15 കൊല്ലം, അതെ 15 കൊല്ലത്തെ സ്പാൻ ഓഫ് ലൈഫ് വിലയിരുത്തുമ്പോൾ ഇവർക്ക് പണ്ട് ജോലി ഇല്ലാഞ്ഞൊരു കാലം, ജസ്റ്റ് നേഴ്സിംഗായിട്ട് പഠിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലം. ആ കാലം മുതൽ ഇന്ന് 3 കല്യാണം കഴിച്ച് 3 കുഞ്ഞുങ്ങളെ പെറ്റൊരു വീട്ടിൽ ഗവൺമെൻറ് ജോലിയുമായിട്ട് താമസിക്കുന്ന ആ കാലം വരെ ഉണ്ടായിട്ടുള്ള ഓരോ ഘട്ടങ്ങളാണ് ഞാൻ ഓർക്കുന്നത്. ഒരു ദിവസം ഇവരെന്നെ പെട്ടെന്ന്, ഞാൻ സന്ധ്യജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവരെന്നെ വിളിച്ചതിൻ്റെ കാരണം അവർക്ക് ഭയങ്കരമായ, അതെപ്പോഴും ഞാൻ ഓർക്കും, ഇടയ്ക്ക് ഞാൻ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടത്. കാര്യം ഇപ്പം നിങ്ങളിപ്പോൾ ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന പുതിയ ശ്രോതാക്കളായതുകൊണ്ടാണ്
ഞാനിപ്പോൾ വീണ്ടും അത് ആവർത്തിക്കാൻ കാരണം അവരെന്നെ വിളിച്ചിട്ട്, അപ്പോൾ ഞാൻ എൻ്റെ പള്ളിയിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, സന്ധ്യയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവരെ ഞാൻ ഫോണെടുത്ത്. അന്ന് ഇത്രയും തിരക്കൊന്നുമുള്ള കാലമല്ല. ഫോൺ ഇപ്പോൾ ഇന്ന് നമുക്ക് 800 ഫോൺ 600 ഫോണൊക്കെയാണ് ഒരു ദിവസം വരണത്. അപ്പോൾ 5-10 ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴേ. 5 പേരെ ഈ ലോക്ക്ഡൗണിന് പോലും ഇവിടെ ഇരുത്തിയിരിക്കുകയാണ് ഫുൾ ടൈമേഴ്സായിട്ട്. രാത്രി ഒരാളെ വെച്ചിട്ടുണ്ട്. അപ്പം അന്ന് അത്രയും തിരക്ക് നമുക്കില്ല. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത ഉടനെ എൻ്റെ പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ മടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ മടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല. അവർ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പോഴേ അവരുടെ ഈ ഓട്ടിസം ബാധിച്ച മകൻ ഇങ്ങനെ മരിക്കണ പോലെ ഇങ്ങനെ തളർന്ന് വീട്ടിൽ കിടക്കുക. അവനടുത്ത് ചെന്ന് ചോദിച്ചിട്ട് അവന് ഇങ്ങനെ ഏങ്ക മാത്രമേ ചെയ്യുന്നുള്ളൂ, എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇവളാണെങ്കിൽ സന്ധ്യക്കാണ് കയറി വരുന്നത്. പക്ഷേ സന്ധ്യക്ക് കയറി വരുമ്പോൾ കുടുംബത്തിൻ്റെ സിറ്റുവേഷൻസ് ഇതാണ്. അപ്പോൾ ഉടനെ ഇത് കണ്ട ഉടനെ ഇവരെന്താ ചെയ്തത്? ഇവർ ജസ്റ്റ് എന്നെ വിളിക്കുകയാണ് ചെയ്തത്. ഞാൻ എപ്പോഴും ഓർക്കും, ആ ഒരു കൊച്ചിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ ഉടനെ എന്നെ വിളിക്കേണ്ട കാര്യമില്ല. അതെന്താണെന്ന് തിരക്കി അതിൻ്റെ ഒരു മറുകൃതി കണ്ടുപിടിച്ചിട്ടാണ് എന്നെ വിളിക്കേണ്ടത്. പക്ഷേ ഇതാണ് പ്രശ്നമായി. അപ്പോൾ തന്നെ അവർ വിളിക്കാൻ തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അറിയേണ്ടത് എൻ്റെ ഒരു അഭിപ്രായമല്ല, കർത്താവ് എന്താണ് ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് പ്രശ്നം. ഈ കാലങ്ങളിലൊക്കെ മനുഷ്യന്മാർ ജീവിക്കുന്നവർ ഉള്ളവർക്കെല്ലാം ഉണ്ട്, ഇല്ലാത്തവർക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞുള്ള അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ ദൈവികമായ കാര്യത്തിൽ ചിലർ എല്ലാ കാര്യങ്ങളിലും ഇല അനങ്ങിയാൽ പോലും ദൈവഹിതം എന്താണ്, ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പഞ്ഞമില്ല. അവർക്ക് ദൈവത്തെ ലഭിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് എൻ്റെ അച്ഛാ ഈ ക്വസ്റ്റ്യൻ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അമ്മായിയപ്പൻ ഇന്ന് കണ്ണിന് അസുഖമുള്ള ആൾ, ഈ കണ്ണിൻ്റെ അസുഖം കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് വന്ന് കോച്ചിയെ കിടക്കുകയാണ്. അപ്പോൾ കണ്ണ് തെളിയുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടി പത്രം വായിച്ചുകൊണ്ട് കൊച്ചിയെ കിടക്കുന്നു. ചെറിയ അക്ഷരവും വലിയ അക്ഷരമൊക്കെ കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അപ്പനങ്ങനെ പത്രം വായിക്കണത്. അപ്പോൾ ഈ പയ്യൻ അകത്ത് കണ്ടപ്പോഴേ അപ്പനിങ്ങനെ ചെറിയ അക്ഷരം അടുത്ത് നോക്കും, പത്രം താഴ്ത്തും, വലിയ അക്ഷരം കാണുന്നുണ്ട് പത്രം അകലെ പിടിക്കും. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആ ഓട്ടിസം വായിച്ച കുഞ്ഞു വിചാരിക്കണത് അപ്പം പാത്ത് കളിക്കുകയാണെന്ന് വിചാരിച്ചത്. കാര്യം കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പിള്ളേർ കളിക്കത്തില്ല അവിടെ. അപ്പോഴേ അതുപോലെ കളിക്കണേ പത്രം പൊക്കിയും താത്തിയും അവന് ആ കുസൃതി തോന്നിയിട്ട് അവൻ വന്ന് അപ്പാപ്പനെ കണ്ടേന്നും പറഞ്ഞുകൊണ്ട് ഈ പത്രം പറിച്ച് താത്തിയോടുകൂടി അവൻ്റെ കൈ അപ്പാപ്പൻ്റെ കണ്ണിൽ കേടായിരിക്കണ കണ്ണാണേ. ഒന്നും ഒറ്റടി വെച്ചിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് അടിച്ചതല്ല, അപ്പോഴത്തെ അവസ്ഥയിൽ അടിച്ചു പോയി. കൊച്ച് ആട്ടിക്കൊണ്ട്, വലിയ മനുഷ്യൻ്റെ അടിയല്ലേ, ആട്ടിക്കൊണ്ട് കൊച്ച് വീണു പോയി. വരാനങ്ങിയിട്ടില്ല. എങ്ങി അവിടെ കറണ്ടടിച്ച പക്ഷീനെ പോലെ കിടക്കുക. ഇവക്കാണെങ്കിൽ ആരോട് പറയാനാണ് നമ്മൾ? ആശുപത്രിയിൽ നിന്നാണെങ്കിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചാണ് അവിടെ ഉച്ചയൊക്കെ കാര്യം ഡ്യൂട്ടിയുടെ സമയമാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പല നേഴ്സുമാരും 5 മിനിറ്റ് കൊണ്ട് നിന്ന് തിന്നിക്കാണ് തീരണത് ഭക്ഷണം കഴിക്കണത്. അപ്പോഴേ ആരോടും ഒന്നും പറയാൻ പറ്റില്ല. കൊച്ചിനെ ആശിപ്പിക്കുമ്പോൾ ഇവളാകപ്പാടെ ഇങ്ങനെ തേങ്ങി. എന്താണ് അവൾക്ക് സംഭവിച്ചതെന്ന് എന്നോട് ചോദിച്ചു. വാട്ട് ഇസ് ഹാപ്പൻ ടു മീ, എന്താണ് ഇങ്ങനെ സംഭവിക്കണത് വെച്ചാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്താണ് പ്രെയർ ചെയ്ത് പോകണത്. ഇങ്ങനെ അവിചാരിതമായിട്ട് എന്തുകൊണ്ടാണ് ഈ തകർച്ച വരണതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നീ ഒരു വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു. വിശ്വാസപ്രമാണം ചൊല്ലി. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകണ സമയത്ത്, ഇപ്പോൾ പെരക്ക് തീ പിടിക്കണ സമയത്ത് നമ്മളെ ഫയർ എഞ്ചിൻ്റെ നമ്പർ നോക്കിയെടുക്കരുത്. ഇതൊക്കെ നമുക്ക് ഒരു വിധം അറിഞ്ഞിരിക്കണം. അത്യാഹിത വിഷയങ്ങളിലൊക്കെല്ലാം ഇപ്പം 100, 108 എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയത്തില്ല. അതുപോലെ നമുക്ക് ആ സംഭവം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ 100 108 പോലീസിനെ വിളിക്കണം, ആംബുലൻസിനെ വിളിക്കണം, ഫയർ എഞ്ചിനെ വിളിക്കാൻ, അങ്ങോട്ട് ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് വിളിക്കുന്ന സമയം നമുക്ക് സമയം കിട്ടത്തില്ല. കാര്യം ഓരോ സെക്കൻഡിന്
വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അത്യാഹിത സമയം എന്ന് പറയുന്നത്. അപ്പോൾ അത്യാഹിത സമയത്ത് കറക്റ്റ് പരിശുദ്ധാത്മാവ് നമുക്ക് കൃത്യമായിട്ട് ആന്തരികമായിട്ട് കിട്ടിയാൽ നമുക്ക് കാഷ്വാലിറ്റിയൊക്കെ കുറഞ്ഞിരിക്കും. അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ കാഷ്വൽ ബന്ധമല്ല, ഒരു നിരന്തരമായ ഒരു ബന്ധമാണെന്ന് ഓർക്കണം. അതാണ് ഉടമ്പടി നമ്മളെ സഹായിക്കുന്നതിൻ്റെ പരിപാടി. കാര്യം വെളുപ്പിന് 5:30 തൊട്ട് വൈകുന്നേരം രാത്രി 10 വരെ ഉടമ്പടിയുടെ സ്പിരിറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയ്ക്ക് ടൈറ്റ് പ്രെയറാണ്. പക്ഷേ നമുക്ക് ലൈറ്റ് വെയിറ്റാണിത്, നമ്മൾ അറിയത്തില്ല. ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തോടെയാണ് അവരത് ചെയ്യണത്. ചെയ്യാൻ കൃപ കിട്ടാത്തവന് ഇടയ്ക്ക് അവസാനിപ്പിച്ചുള്ളൂ, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതേസമയം തന്നെ അപ്പം ഞാൻ പറഞ്ഞു ഒരു വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു. കാര്യം ഇവളോട് കർത്താവ് സംസാരിക്കുമെന്ന് എനിക്കറിയാം. കാര്യം അവൾ കർത്താവിൻ്റെ ഇൻറ്റിമേറ്റാണ്. അവളോട് സംസാരിക്കും. അവളോട് സംസാരിച്ചാൽ പിന്നെ ആരോട് സംസാരിക്കാനാ? ഓർമ്മ വെച്ച കാലം പോലെ ക്രിസ്തു എന്നും പറഞ്ഞ് നടക്കുകയാണ്. അത് നടക്കുക മാത്രമല്ല, അതിനെ ജീവിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ കർത്താവിനെ കൂട്ടിയേ സംസാരിക്കത്തുള്ളൂ, പറയത്തുള്ളൂ, ആ കാര്യം വിലയിരുത്തത്തുള്ളൂ. കർത്താവിനെ നോക്കിയാണ് ഓരോ ചെവിടും വെക്കണത്. അങ്ങനെ കർത്താവേ എന്നും പറഞ്ഞ് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഇപ്പം ഞാൻ ഇവളോട് കർത്താവ് സംസാരിക്കുന്നത് എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു നീ വിശ്വാസപ്രമാണം ചെല്ലാൻ പറഞ്ഞു. അപ്പം ഞാനും വിശ്വാസപ്രമാണം ചൊല്ലി, അതറിയണ്ടല്ലേ അവളും വിശ്വാസപ്രമാണം ചൊല്ലി. വിശ്വാസപ്രമാണം ചൊല്ലി കഴിഞ്ഞില്ല, അതിന് മുമ്പ് ഞാനൊരു ചോദ്യം അവളോട് ചോദിച്ചു. കഴിയാനായപ്പോൾ ചോദിച്ചു, മോളെ ഇത് നീ ഈ കുട്ടി ഡൊമസ്റ്റിക് ഡോറാണെന്ന് പറയണമെന്ന് ഈശോ പറയണമെന്ന്. സത്യം പറഞ്ഞ ആ മെസ്സേജ് എനിക്കും അറിയാൻ പാടില്ല, അവൾക്കും അറിയത്തില്ല. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു എന്താണ് വെച്ചാൽ ഡൊമസ്റ്റിക് ഡോർ എന്ന് പറയണത്. അവൾ ആദ്യം കേൾക്കുകയാണ്, പക്ഷെ ഞാനും ആദ്യം കേൾക്കുകയാണ് ഡൊമസ്റ്റിക് ഡോർ. ഇപ്പോൾ ഡൊമസ്റ്റിക് എന്ന് വെച്ചാൽ നമുക്ക് ഹോം അഫെയർസ് നമുക്കറിയാം, വീട്ടുകാര്യങ്ങളാണ്. അപ്പോൾ ഡോറെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞത് വീണ്ടും ഞാൻ ഒരു സ്വർഗസ്ഥനായ പിതാവ് അവളെ കേൾപ്പിക്കാതെ മനസ്സിൽ ചൊല്ലി. കാര്യം എനിക്കിത് പറഞ്ഞു കൊടുക്കും, ഞാനാണല്ലോ ഇത് പറഞ്ഞു കൊടുത്ത ആൾ. അപ്പോൾ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ ആ ദർശനം വ്യാഖ്യാനിക്കാൻ, അല്ലെങ്കിൽ ആന്തരിക ഇത് ദർശനം പോലും അല്ല, ആന്തരികമായ ഒരു പ്രചോദനമാണ് ഈ മെസ്സേജ് വരേണ്ടത്, ഡൊമസ്റ്റിക് ഡോർ എന്നുള്ളത്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ആ ഒരു സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിക്കഴിഞ്ഞാൽ പറഞ്ഞു, മോളെ ഇതെങ്ങനെയാണ് ഒരു വീടിന് ഡൊമസ്റ്റിക് ഡോർ ഉണ്ടെന്ന് ഈശോ പറയണത്. എന്ന് വെച്ചാൽ വീട്ടുകാർക്ക് മാത്രം കയറാൻ പറ്റിയ വാതിൽ, പബ്ലിക് അതിലൂടെ കയറത്തില്ല. ഇപ്പം നമ്മുടെ സന്ദർശന മുറിയിലെ വാതിലെന്ന് പറയുമ്പോൾ പബ്ലിക് കയറുന്ന വാതിലാണ്. വീട്ടുകാർ കയറുന്ന വാതിലെന്ന് പറഞ്ഞാൽ ഇടനാഴികളിലുണ്ടാകുന്ന വാതിലുകളാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞ് ഇപ്പം അപ്പനകത്തിരിക്കണമെന്ന് വിചാരിച്ചു. അപ്പനകത്തിരിക്കണം, കുട്ടികൾക്ക് അവർക്ക് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ മാന്യമര്യാദയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അപ്പനോട് വന്ന് പറഞ്ഞിട്ട് പോകും, അപ്പ പോണിടാ, ഒരു വാക്കെങ്കിലും പറയാം, അപ്പ പോണിടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകും. അപ്പോഴേ അങ്ങനെ പറയാനുള്ള കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വരേണ്ടത്? പുറത്ത് വന്ന് കോളിംഗ് ബെല്ലടിച്ച് വിസിറ്റിംഗ് ടൈം കുറിച്ചിട്ട് ഒഫീഷ്യലായിട്ടല്ലല്ലോ വരുന്നത്. അവർ ഇടനാഴിയിലുള്ള വാതിലെ കൂടി കയറി വന്നിട്ട് പറഞ്ഞിട്ട് പോകണമാണ്. ഇതാണ് ഡൊമസ്റ്റിക് ഡോർ എന്ന് പറയുന്നത്. നാട്ടുകാർക്ക് അപ്പനെ കാണണമെന്നുണ്ടെങ്കിൽ അപ്പൻ കാര്യശേഷിയുള്ള ആളാണെങ്കിൽ നേരത്തെ വന്ന് വാതിക്കൽ നിന്ന് കോളിംഗ് ബെല്ലടിച്ച് അപ്പം തുറന്ന്, ചിലപ്പോൾ പുറത്തിരുന്ന് സംസാരിക്കേണ്ടവരാ പുറത്തിരുന്ന്, അകത്തോട്ട് കയറ്റേണ്ടവരാ അകത്തോട്ട് കയറ്റി, അങ്ങനെയൊക്കെ കുറേ എറ്റിക്വറ്റ്സും കുറേ സാങ്കേതിക വിഷയങ്ങളുണ്ട്. ഇത് പബ്ലിക് ഡോറാണ്, ഡൊമസ്റ്റിക് ഡോറല്ല. ഈ സ്വകാര്യ വാതിലാണ് ഡൊമസ്റ്റിക് ഡോറ്. അപ്പോഴേ ഞാൻ ഇവളോട് പറഞ്ഞു, മോളെ ഈ കുട്ടി ഡൊമസ്റ്റിക് ഡോറാണെന്ന് ഈശോ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. സോ പ്രോബ്ലം ഈസ് ഓവർ. ഈ കുഞ്ഞ് ഡൊമസ്റ്റിക് ഡോറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ അപ്പൻ്റെ അടുത്ത് കോളിംഗ് ബെല്ലടിക്കാതെ, സന്ദർശനത്തിന് സമയം കുറിക്കാതെ, ഇഷ്ടമുള്ളപ്പോൾ കയറി വരാൻ വേണ്ടിയുള്ള ഒരു ഡൊമസ്റ്റിക് ഡോർ. ഈ കുട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിൻ്റെ ഈശോൻ്റെ അടുത്ത് നിനക്ക് ഏത് സമയത്തും വരാം. ഞാൻ കേട്ടിട്ട് തന്നെ ഞാൻ തന്നെ മിണ്ടാണ്ടായി അവസാനം. ഞാൻ പറഞ്ഞു, ദൈവം ഇങ്ങനെ സംസാരിക്കണം ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. ദൈവം ഇങ്ങനെ സംസാരിക്കണത് ഇത് കേട്ടോടുകൂടി അവൾ കണ്ണീർ തുടച്ചെന്ന് എനിക്ക് ഉറപ്പായി. കാര്യം എന്താണ്? അത് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് മെസ്സേജാണത്. അത് ഉൾക്കൊള്ളാനുള്ള ആന്തരിക അഭിഷേകം അവൾക്കുണ്ട്. അപ്പം ഞാനത് കേട്ടോടുകൂടി എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനെച്ചാൽ ആ സന്തോഷം എൻ്റെ 3 ദിവസത്തോളം നിന്ന്. കാര്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, എത്രയോ മനുഷ്യരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ
സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? 16:13 പറഞ്ഞില്ലേ? സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കുമെന്ന്. ഈ ഓട്ടിസം ബാധിച്ച കുട്ടി അമ്മായപ്പന് അപ്പാപ്പനെ അടിച്ചിട്ട് ചത്തതുപോലെ കിടക്കണ കൊച്ച്, ഈ കൊച്ചിനെക്കുറിച്ച് സംബന്ധിച്ചിടത്തോളം അവിടുന്ന് പ്രശ്നമുണ്ടാക്കി മാറി താമസിച്ച് കുടുംബം കുട്ടിച്ചോരാക്കി മാറി താമസിക്കാനുള്ള എല്ലാ വകുപ്പുകളും അതിൻ്റെ അകത്തുണ്ട്. ബുദ്ധിബോധമില്ലാത്ത മരുമക്കളാണെങ്കിൽ ചൈൽഡ് ലൈനിൽ അപ്പം തന്നെ വിളിച്ചു പറയും. ചൈൽഡ് ലൈനിൽ അപ്പം തന്നെ എന്തെല്ലാം നിയമപ്രശ്നങ്ങളാണ് വരാൻ പോണത്. അങ്ങനെ വളരെ വഷളാകാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. വെറുതെ സിമ്പിളായിട്ട് ആ വിഷയം തീരുകയാണ്. എന്താണ് അത്? ഡൊമസ്റ്റിക് ഡോറാണെന്ന്. നിനക്കിഷ്ടമുള്ളപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന ഒരു ആനുകൂല്യമായിട്ട് മാറുകയും പല അശനിപാതങ്ങളും നമുക്ക് ദൈവം നൽകിയ ആനുകൂല്യങ്ങളാണ് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ സത്യാത്മാവ് വരണം. എല്ലാ വിഷയങ്ങൾക്കും അതിന് സത്യമുണ്ട്, എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെ നുണയുണ്ടെന്ന് പറയും. ഇപ്പോൾ ഓട്ടിസം ബാധിച്ച കുട്ടികളെക്കുറിച്ച് അതിന് നുണയുണ്ട്. ഇപ്പം മാസ്റ്റർബേറ്റായിട്ട് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണമെന്നും പറഞ്ഞൊരു തിയറിയുണ്ട്. അതതിൻ്റെ നുണയാണ്, അതിൻ്റെ നുണയാണത്. അതുപോലെ തന്നെ മാതാപിതാക്കന്മാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിലുണ്ടായിട്ടുള്ള നേരത്തെ പ്രീ മാരിറ്റൽ സെക്സൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുണ്ടാകുന്നതെന്ന് ഒരു തിയറിയുണ്ട്. അതതിൻ്റെ നുണയാണ്. അതിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമസ്റ്റിക് സോറാണ് എൻ്റെ സത്യം. എന്താണ്? എല്ലാ മാതാപിതാക്കന്മാർക്കും എല്ലാ മനുഷ്യൻ വിശ്വാസികൾക്കും ദൈവത്തിൻ്റെ അടുത്ത് സ്വകാര്യമായി വരാൻ വേണ്ടി ഒരു സ്വകാര്യമായി തുറക്കാവുന്ന ഒരു വാതിലെ, നിൻ്റെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിലെ. നമ്മൾ ഐസയ 40:22 പറയും, ഞാൻ തുറന്ന വാതിൽ ആരും അടക്കുകയില്ല, ഞാൻ അടച്ച വാതിൽ ആരും തുറക്കത്തില്ല. ആർക്കും അടക്കാൻ പറ്റാത്തൊരു വാതിൽ ദൈവപൈതലെ ഒരു ഡിസ്കൈസ്ഡ് ബ്ലെസ്സിങ്ങിന് ഡിസ്കൈസായിട്ട് നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ അത് വിവേചിക്കണത്, നിനക്കത് വിവേചിച്ച് തരണത് ദൈവത്തിൻ്റെ, അതിൻ്റെ സത്യം പറയണത്, നിന്നെ സ്വതന്ത്രമാക്കണത് ദൈവത്തിൻ്റെ സത്യാത്മാവാണ്. സത്യാത്മാവ് വരുമ്പോൾ നിന്നെ പൂർണ്ണസത്തിലേക്ക് നയിക്കുമെങ്കിൽ ആ സത്യാത്മാവ് തന്നെയാണ് നിന്നെ സാന്ത്വനപ്പെടുത്തുന്നത്. ആ സത്യാത്മാവ് തന്നെയാണ്. ഇവിടെ സഹനമുണ്ടെങ്കിൽ ആ സഹനത്തിന് സാന്ത്വനമുണ്ടെന്നാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം നൽകുന്നത്. സഹനം മാത്രമല്ല, wherever there is suffering, there is consolation in the name of Jesus Christ. കർത്താവിൻ്റെ നാമത്തിൽ സാന്ത്വനമുണ്ട്. ദൈവവേദന ആ സാന്ത്വനം അന്വേഷിക്കാതെ, ആ സാന്ത്വനം നേടാതെ നിന്റെ സകലത്തിന് വേറെ ഉത്തരവാദി. അതിന് പലതരത്തിലുള്ള എൻ്റെ പാപകാരണങ്ങളാണ്, പൂർവികരുടെ പാപങ്ങളാണെന്നൊക്കെ പറയുന്ന വ്യാജ പ്രബോധനങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സറിയാൻ, സത്യത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ ആത്മാവിനാൽ അഭിഷിക്തരാകാൻ പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ നിറയണമേ, ആത്മാവിൽ നിറയണമേ കർത്താവേ, പരിശുദ്ധാത്മാവില് സത്യത്തിന്റെ ആത്മാവിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. അവിടെ ഞാൻ ഏകനല്ല, കരങ്ങളടിച്ചുകൊണ്ട് വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതു തീരല്ല, യേശുവിൻ കരങ്ങളില. ചേർന്ന് പാടാം. വീഴുന്നതു തീരല്ല, യേശുവിൻ കരങ്ങളില. കരങ്ങൾ ഉയർത്തി. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവസ്നേഹത്തോടെ എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരിശുദ്ധപരമതി വികാരണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമതി വികാരണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധപരമതി വികാരണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വചനത്തോട് നമ്മൾ ഇപ്പം കേട്ട വചനങ്ങളില്ലേ, പരീക്ഷണങ്ങൾ ദൈവം അനുവദിച്ചാൽ ദൈവത്തിന് അതിനെക്കുറിച്ച്
കരവിചാരിപ്പുണ്ട് എന്ന് പറഞ്ഞ വചനം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മറ്റു വചനങ്ങൾ അതിലൂടെ ചേർത്ത് വായിക്കാൻ പറ്റിയൊരു വചനമാണ് പ്രഭാഷകൻ 2:3. പ്രഭാഷകൻ 2:3, 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവിടുത്തോട് അകലാതെ ചേർന്ന് നിൽക്കുക. അവിടുത്തോട് വിട്ട് അകലാതെ ചേർന്ന് നിൽക്കുക. നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ക്ലേശകരമായ നിമിഷമാണ് അന്ത്യദിനങ്ങൾ. നമ്മൾ നന്മ നിറഞ്ഞു മറിയുന്ന പ്രാർത്ഥന ചെല്ലുമ്പോഴും നമ്മുടെ ഈ അങ്കലാപ്പ് അതിൽ പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് വന്ന് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വികലമായ സമയമാണ് അവൻ്റെ അന്ത്യദിനങ്ങൾ. നമുക്ക് കടങ്ങളുണ്ടാകാം, നമുക്ക് ജപ്തി നടപടികളുണ്ടാകാം, നമുക്ക് രോഗങ്ങളുണ്ടാകാം. അങ്ങനെയുള്ള പല നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളവരാകാം. പക്ഷെ അതിനേക്കാൾ കഠോരമാണ് അന്ത്യദിനങ്ങൾ. പ്രഭാഷകൻ എന്താ പറയണത്? 2:3 അവിടുത്തോട്ട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അന്ത്യദിനങ്ങൾ വരെ ധന്യമാകുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവവേദലെ അതിന് താഴെയുള്ള മാനസികാഘാതം വരുന്ന മറ്റ് എല്ലാ നിമിഷങ്ങളും ധന്യമായിരിക്കും. വെരി സിമ്പിൾ. അവിടത്തോട് ചേർന്ന് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. കർത്താവിനോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുന്നാൽ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ഏറ്റവും മോശമായ സമയം അവൻ്റെ അന്ത്യദിനങ്ങളാണെങ്കിൽ കർത്താവിനോടുള്ള ചേർന്ന് നിൽപ്പ് അന്ത്യദിനങ്ങളെ ആശ്വസിപ്പിക്കുമെങ്കിൽ എൻ്റെ ദൈവത്തിലെ അതിന് താഴെയുള്ളതാണ് എല്ലാ പരീക്ഷങ്ങളും. നിൻ്റെ ജോലി, നിൻ്റെ വീട്, നിൻ്റെ വിവാഹം, നിൻ്റെ കുടുംബത്തിൽ നീ അനുഭവിക്കുന്ന ഓരോ തകർച്ചയും അന്ത്യമുഹൂർത്തങ്ങളെക്കാളും ആഘാതം കുറഞ്ഞതാണ്. ഈ നിമിഷങ്ങളെല്ലാം അതിജീവിക്കാനാണ് പ്രഭാഷകൻ 2:3 ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കണം. എന്ത് ചെയ്യണം? നമ്മൾ ബൈറ്റ്, അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. പ്രാർത്ഥനയിലെ, ഭക്തിയിലെ ഈ വിട്ടകലാതെ ചേർന്ന് നിൽക്കുന്നതിനാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. ഭക്തി പ്രാർത്ഥനയിൽ മാത്രമല്ല, ഭക്തി പ്രവർത്തനത്തിലുമുണ്ട്. ഉടമ്പടിയുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഭക്തിയുടെ പ്രവർത്തനങ്ങളാണ്. എല്ലാ പ്രാർത്ഥനകളും പലപ്പോഴും ഭക്തി എന്ന് പറയുമ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് ഭക്തിയോട് പ്രാർത്ഥിക്കുക, ഭക്തിയോടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുക, അങ്ങനെയുള്ള അനുഷ്ഠാന ക്രിയകൾക്കാണ് ഭക്തി ചേർത്ത് പറയുന്നത്. പക്ഷെ ക്രിസ്ത്യൻ ഡിവോഷൻ അങ്ങനെയല്ല. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കാൻ പറയണത് ജീവിതത്തിൻ്റെ എല്ലാ മുഹൂർത്തങ്ങളിലും ദൈവത്തോട് കാണിക്കുന്ന ഭയത്തോടെ കൂടിയുള്ള ഒട്ടിച്ചേർപ്പ്, തിക്തം, യുക്ത, രക്തം. നമ്മുടെ സംസ്കൃത ധാതു എല്ലാം അഡ്ഹേഴ്സിയോ എന്നുള്ള അർത്ഥമാണ്. ഒട്ടിപ്പിടിപ്പ്. ഇപ്പം രക്തം എന്ന് വെച്ചാൽ അർത്ഥം എന്താ? രജോ ഗുണത്തോട് ഒട്ടിച്ചേർപ്പെന്നതിൻ്റെ അർത്ഥം. കാരണം തണുത്ത രക്തം ചൂടായി, അതായത് ക്ഷത്രിയ രക്തം എന്നൊക്കെ പറഞ്ഞത് രജോ ഗുണമുണ്ട് മനുഷ്യന്, തമോ ഗുണമുണ്ട്, ബ്രഹ്മഗുണമുണ്ട്. അതുപോലെ തന്നെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമുള്ളവർക്ക് രജോ ഗുണങ്ങളാണ് കൂടുതൽ, പ്രത്യേകിച്ച് ഫൈറ്റേഴ്സിന്. അതിന് രക്തമാണ്. രക്തം തണുത്താൽ അവൻ്റെ വീരശൂരത്വം കുറയും. അതാണ് പട്ടാളക്കാരെയൊക്കെ യൂത്തായി കഴിഞ്ഞാൽ പിന്നെ ആയിട്ട് ആർമിയായിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു വിടാൻ കാര്യം എന്താ? ഞാൻ യൂത്തിനെ എടുക്കത്തുള്ളൂ.
അതുപോലെ രക്തം, രജോ ഗുണത്തോട് ഒട്ടിച്ചേർപ്പ്, അതുപോലെ തന്നെ ഭക്തി, ദൈവത്തോട് ഭയത്തോടെയുള്ള ഒട്ടിച്ചേർപ്പാണ്. ദൈവത്തോട് മുപ്പളമ നോക്കാതെ തോളെ കൈയിട്ട് നടക്കണ, അങ്ങനെ ചിന്തിക്കണ കുറേ ആൾക്കാരുണ്ട്. നിങ്ങളുടെ അത്തരം ഭക്തിയൊക്കെ ഒരുതരം ഭക്തിയുടെ പേക്കോലങ്ങളാണ്. ദൈവമാണെങ്കിൽ, ആത്മാവാണ് നിങ്ങൾ നയിക്കപ്പെടുന്നതെങ്കിൽ ആത്മാവ് ഒരു മിനിമം ഭയം തരും. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആന്തരികമായൊരു ഭയം. ആ ഭയം എന്തൊരു ചെയ്യും? നമ്മളോട് ദൈവത്തെ, ഭയത്തോടു കൂടി നമ്മൾ ദൈവത്തെ, ആ സ്നേഹത്തിൽ നിന്ന് നിർഭരമായ ഭയമാണത്. അല്ല, സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നൊരു ഭയമാണ്, ദൈവത്തെ ദൈവമായി അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഭയം. ഈ ഭയത്തോടു കൂടി നമ്മൾ ദൈവത്തോട് ഒട്ടിച്ചേർക്കുമ്പോൾ എന്ത് കിട്ടുമെന്നാണ് പറയണത്? നമുക്ക് കാരുണ്യം കിട്ടുമെന്നാണ്. ഇന്നലെ ഞാൻ അമ്മ മാതാവിൻ്റെ ദൈവമാത തിരുനാളായിരുന്നു ഇന്നലെ. അമ്മ മാതാവിൻ്റെ ദൈവമാതത്വ തിരുനാളാണ്. ശരിക്കും പറഞ്ഞാൽ ആരാധനാക്രമത്തിലൊക്കെ വിസിറ്റേഷൻ, സന്ദർശന തിരുനാളെങ്കിലും സന്ദർശനം ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊന്നും വിശ്വാസത്തിൻ്റെ, അത് അങ്ങനെ ഒരു സംഭവം നടന്നില്ലെങ്കിൽ വിശ്വാസം നിലനിൽക്കാത്ത അവസ്ഥ ഒന്നുമല്ല. പക്ഷേ അമ്മ ദൈവമാതാവാകുന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വളരെ ഗുരുതരമായ ഒരു അടിസ്ഥാന വിശ്വാസമാണ്, തേയോത്തോക്കോസ്. അതുകൊണ്ട് ഞാനെപ്പോഴും ആ വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ദൈവമാതാവിൻ്റെ തിരുനാൾ, ദൈവമാതത്തെ വെളിപാടുള്ള ദിവസമായിരുന്നു ഇന്നലെ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യതയെന്ന് എലിസബത്ത് ചോദിക്കുമ്പോഴേ മറിയം ദൈവത്തിൻ്റെ അമ്മയാണെന്ന് വെളിപ്പെടുത്തിയ ഒരു സുവിശേഷ മുഹൂർത്തമാണത്. അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നത്, അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തൻ്റെ കാരുണ്യം തലമുറകൾ തോറും കാണിക്കുമെന്ന്. ദൈവം തൻ്റെ കാരുണ്യം തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കാണിക്കും. അതായത് അമ്മ എങ്ങനെയാണ് ദൈവമാതാവായെന്നുള്ള ചോദ്യത്തിന് പരിശുദ്ധാത്മാവ് നൽകുന്നൊരു മറുപടിയായിട്ടാണ് എനിക്കത് തോന്നിയത്. അമ്മ പറഞ്ഞത് എൻ്റെ യോഗ്യതയല്ല, ഞാൻ അപ്പായുടെ ഒരു ഭക്തയാണ്, ഒരു വല്ലാത്ത ഭക്ത. എന്നുവെച്ചാൽ 4 വയസ്സിലെ പെറ്റ് സാമുവലിനെ പോലെ ദേവാലയത്തെ കൊണ്ടുവന്ന് നിർത്തി 12 വയസ്സ് വരെ അപ്പായുടെ കൂടെ ജീവിച്ചപ്പോൾ കിട്ടിയ ഭക്തിയാണത്. അത് അമ്മ 12 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ ഭക്തി കളഞ്ഞില്ല. ഇന്ന് ലോകത്തിന് മുഴുവൻ സംഭവിച്ചിരിക്കുന്ന എൻ്റെ പ്രശ്നം, 12 വയസ്സ് വരെ എല്ലാവർക്കും ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്. പല ക്രിമിനൽസും പണ്ട് ഓൾട്ടർ ബോയ്സ് ആയിരുന്നു, അറിയാമോ നിങ്ങൾക്ക്? ഞാനിവിടെ ഇടവക ചെല്ലുമ്പോൾ വെള്ളമടിച്ച് 4 കാലിലൊക്കെ വരുന്നവന്മാരെ കാണുമ്പോൾ നാട്ടുകാർ പറഞ്ഞതാണ്, ഇവൻ പണ്ട് ഓൾട്ടർ ബോയ് ആണെന്ന് പറയും. സി വാട്ട് ഹാപ്പൻഡ്? എവിടെയാണ് സംഭവിച്ചത്? 12 വയസ്സായപ്പോൾ അവൻ്റെ ഭക്തി നഷ്ടപ്പെട്ടു. അങ്ങനെ ഭക്തി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കന്മാരെയോ സഭയെ കുറ്റം പറഞ്ഞ കാര്യമില്ല, ആ വ്യക്തി തന്നെയാണ് കളഞ്ഞത്. കാര്യം ഓരോ 12 വയസ്സെന്ന് പറയുന്നത് ഒരു ആത്മീയ പൗരത്വത്തിൻ്റെ ഒരു കാലമാണെങ്കിൽ ഒരു പിശാച് ഒരു മനുഷ്യനെ ഒരിക്കലും തൊടത്തില്ല, അൺലെസ് വി ഗിവ് എ ചാൻസ്. അതുകൊണ്ടാണ് എഫേസ്യരുടെ പുസ്തകത്തിൽ പറയുന്നത്, സത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. ആരെങ്കിലും ഭക്തിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്.